നിരന്തരമുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്നും കോൺഗ്രസ് ഒന്നും പഠിക്കുന്നില്ലെന്നും ഇത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇതിന് തെളിവാണ്. കളമശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM കളമശ്ശേരി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. കേരളത്തിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും കോൺഗ്രസ് വോട്ട് മറിച്ചു നൽകിയാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം നൽകിയത്. അതേപോലെ പാലക്കാട്ട് BJP വോട്ട് കോൺഗ്രസ് സ്വീകരിക്കുകയുണ്ടായി. RSSലും കോൺഗ്രസിലും ഒരുമിച്ച് തുടരാൻ തടസ്സമില്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള വരുമാനം കൂടിയെങ്കിലും അർഹമായ വിഹിതം തരാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. സെസ്സും സർചാർജുമായാണ് കേന്ദ്രം പിരിക്കുന്നത്. വരാനിരിക്കുന്ന കാലയളവിലെ നയം എന്താണ് എന്ന് തീരുമാനിക്കുന്നതും പാർട്ടി കോൺഗ്രസാണ്. അതുകൂടി ജനാധിപത്യപരമായിട്ടാണ്. ഇനിയിപ്പോൾ 19 കാലത്തേക്ക് നേരിടുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ അടവുമായിട്ട് അടുത്ത 3 വർഷം നമ്മുടെ പാർട്ടി പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സമീപനത്തിന്റെ കരുതരേഖ ചർച്ച ചെയ്തെങ്കിൽ, എന്നാൽ അതിനു മുൻപ് തന്നെ കഴിഞ്ഞ കേന്ദ്ര യോഗം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച BJPയോട് നോട്ടാണ്. നമ്മൾ കോൺഗ്രസ് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ലോക്സഭ തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടും എന്നതായിരുന്നു പൊതുവികാരം. അവിടെ ജനങ്ങൾ BJP അബ്ദുള്ള ഒരു പ്രസ്താവന നടത്തി. കോൺഗ്രസിന്റെ ഈ ദുർബലാവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ 3-2 ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. ഇപ്പോ ജമ്മു കാശ്മീർ, ഇതാണ് ഇപ്പോഴത്തെ ലഡാക്ക്, പിന്നെ ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമായി. കോൺഗ്രസ് പറഞ്ഞു ജമ്മു ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനം, 29 സീറ്റ് നിർബന്ധിതമായി വിലയിരുത്തി ഇനി എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കണം അതെല്ലാം രാഷ്ട്രീയ പ്രവേശിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് HIL ഭൂമിയിൽ സർക്കാർ ലീസിലുള്ള 13.5 ഏക്കർ സംസ്ഥാനത്തിന് തിരിച്ചു നൽകാൻ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. സയൻസ് സിറ്റിക്കായി ഈ ഭൂമി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം. കളമശ്ശേരിയിൽ ആരംഭിച്ച തൊഴിൽമേള കേരളമാകെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കും. കൊട്ടാരക്കരയിൽ തുടക്കമിട്ട വർക്ക് നിയർ ഹോം പദ്ധതി രണ്ടാമതായി കളമശ്ശേരിയിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ വൻ മുതൽ മുടക്ക് നടത്തി പൂർത്തിയാക്കുന്ന എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ക്യാൻസർ സെൻ്ററും അവസാന ഘട്ടത്തിലാണ്. ജനുവരിയിൽ ക്യാൻസർ സെൻ്റർ ഉദ്ഘാടനം നടത്തും. തുടർന്ന് 2 മാസത്തിനകം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. സൗത്ത് കളമശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചൊവ്വാഴ്ച പതാക ഉയർന്നതോടെ ആരംഭിച്ച CPIM കളമശ്ശേരി ഏരിയ സമ്മേളനത്തിന് ടൗൺ ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തോടെ സമാപനമായി. ചുവപ്പ് സേനാ പരേഡും ബഹുജന റാലിയും ഉൾപ്പെടെ വിപുലമായി സൗത്ത് കളമശ്ശേരിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പൊതുസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ടൗൺ ഹാളിൽ പൊതുസമ്മേളനം മാത്രമായി നടത്തുകയായിരുന്നു. ചടങ്ങിൽ സമ്മേളനത്തിൻ്റെ മികച്ച പ്രചരണം നടത്തിയ ലോക്കൽ കമ്മിറ്റികൾക്കുള്ള ട്രോഫികളും പ്രചരണാർത്ഥം നടത്തിയ കായിക മത്സര വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗമായ വ്യവസായ മന്ത്രി പി രാജീവ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MK ബാബു അധ്യക്ഷനായി. മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് KN രവീന്ദ്രനാഥിനെ മന്ത്രി രാജീവ് ആദരിച്ചു. ഏരിയ സെക്രട്ടറി KB വർഗീസ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK പരിത, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KN ഗോപിനാഥ, VM ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.